യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിക്കുന്നു. പക്ഷേ തൊട്ടുപിന്നാലെ ലോകത്തെ നടുക്കിയ ഒരു പരീക്ഷണം. അതിന്റെ പേര് സർമത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ വിളിക്കുന്നത് സാത്താൻ 2 എന്നാണ്. ഒറ്റയടിക്ക് ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഇപ്പോൾ പുറത്തെടുക്കാൻ കാരണമെന്താണ്? പുടിന്റെ ആയുധപുരയിലെ ആ വിനാശകാരികളെക്കുറിച്ചറിയാം. റഷ്യ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച സർമത് വെറുമൊരു മിസൈലല്ല, ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമെന്നാണ് പുടിൻ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്താണ് ഇതിനെ ഇത്ര അപകടകാരിയാക്കുന്നത്? ഇതിലെ ഓരോ ബോംബുകൾക്കും അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും പക്കലുള്ള ഏതു മിസൈലിനേക്കാളും 4 ഇരട്ടി കരുത്തുണ്ട്. പഴയ സോവിയറ്റ് കാലത്തെ മിസൈലുകൾക്ക് പകരമായി ഈ വർഷം അവസാനത്തോടെ ഇത് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകും. ഇതിന്റെ വേഗതയും ദൂരപരിധിയും കേട്ടാൽ ആരും ഞെട്ടും. ഏകദേശം 35,000 കിലോമീറ്ററാണ് ഇതിന്റെ റേഞ്ച്. അതായത് റഷ്യയിലിരുന്ന് തൊടുത്താൽ ഭൂമിയിലെ ഏത് ലക്ഷ്യസ്ഥാനവും ഇതിന് തകർക്കാൻ സാധിക്കും. അന്തരീക്ഷത്തിന് മുകളിലൂടെ അതിവേഗം പറക്കുന്നതിനാൽ അമേരിക്കയുടെ വമ്പൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇതിനെ തടയാൻ കഴിയില്ല. ചുരുക്കത്തിൽ ലോകത്തിന്റെ ഏത് കോണിലും മരണം വിതയ്ക്കാൻ ഇതിന് ശേഷിയുണ്ട്. എന്തുകൊണ്ടാണ് പുടിൻ ഇപ്പോൾ ഈ അണവവാൾ പുറത്തെടുക്കുന്നത്? റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന അവസാനത്തെ അണവ കരാറും കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവസാനിച്ചു. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ 2 അണവശക്തികൾക്കും ഇനി എത്ര വേണമെങ്കിലും ആയുധങ്ങൾ നിർമ്മിക്കാം എന്ന അവസ്ഥയായി. അരനൂറ്റാണ്ടിനിടെ ആദ്യമാണ് ഇത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യം വരുന്നത്. ഇത് ലോകത്തെ വീണ്ടും ഒരു അണവ മത്സരത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് എല്ലാവരും. സർമത് മാത്രമല്ല പുടിന്റെ പക്കലുള്ളത്, ഇനിയുള്ളവ അതിനേക്കാൾ ഭീകരമാണ്. 1. പൊസീഡോൺ. കടലിനടിയിൽ പൊട്ടിത്തെറിച്ച് ശത്രുരാജ്യങ്ങളുടെ തീരങ്ങളിൽ റേഡിയോ ആക്റ്റീവ് സുനാമിയുണ്ടാക്കാൻ ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ. 2. ബ്യൂറെ വെസ്നിത്. അണവ റിയാക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രൂയിസ് മിസൈൽ. ഇതിന് ആകാശത്ത് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും വട്ടമിട്ട് പറക്കാം. ശത്രു പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് ആക്രമിക്കാനും ഇതിന് കഴിയും. 3. അവൻഗാർഡ്. ശബ്ദത്തേക്കാൾ 27 മടങ്ങ് വേഗത്തിൽ പറക്കുന്ന ആയുധം. അമേരിക്കയുടെ മിസൈൽ ഷീൽഡിനെ മറികടക്കാൻ റഷ്യ കണ്ടെത്തിയ മറുപടിയാണ് ഇവയെല്ലാം.